ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈക്കോ ആണ്. അപ്പോൾ ഈക്കോ എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഒമിനി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒമിനിയാണ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി എന്നൊക്കെ കരുതുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും സെലക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് ഈക്കോ. ഈക്കോൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഒമിനിയേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഒമിനിയേക്കാളും സ്പേസ് ഉണ്ട്. പിന്നെ ഇരുന്ന് ഓടിക്കാനായിട്ട് ഇതിൻ്റെ ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ കാലിൻ്റെ ലെവലിലേക്കാണ് ഗിയറൊക്കെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ പരിചയപ്പെടാൻ പോകുന്നത് 2019 മോഡൽ ജനുവരിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന വാഹനം സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ ഇത് 5 സീറ്റർ വാഹനമാണ് വിത്ത് എ സിയും കാര്യങ്ങളും. ഞാൻ ഇപ്പോൾ എ സി ഇട്ടിരിക്കുന്നത്, നല്ല കൂളിംഗ് എ സിയിലാണ് ഈ വാഹനം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വാഹനം സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ പറയുന്നതാണ്. അതിനൊക്കെ മുമ്പ് തന്നെ നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് എൻഡിൽ കണ്ടേക്കണം. ഇവിടെ ഈ വാഹനത്തിന് എവിടെയൊക്കെയോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശദമായിട്ട് ഞാൻ വീഡിയോയിലേക്ക് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള വാഹനം, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് എൻക്വയറി ഉള്ള വാഹനമാണ്. ഇപ്പോൾ മാരുതിയുടെ ഈക്കോ നമ്മൾ നോക്കണം. ഈക്കോൻ്റെ 5 സീറ്റർ വിത്ത് എ സി ആണെന്ന് പറഞ്ഞാൽ എ സി ഉള്ള ഈക്കോ 5 സീറ്റർ. ഇപ്പോൾ 5 സീറ്ററിനാണ് ഈക്കോന് കൂടുതൽ ഡിമാൻഡും കാര്യങ്ങളൊക്കെ. എൻ്റെ അറിവിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർ വാഹനം 2019 ജനുവരിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന വാഹനമാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വാഹനം. അത് മാത്രമല്ല, ഈ വാഹനം നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 12,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഈക്കോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ലോ കിലോമീറ്റർ വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഈ വാഹനത്തിന് ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ലോൺ വേണമെങ്കിൽ അങ്ങനത്തെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2019 മോഡൽ ജനുവരിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന സിംഗിൾ ഓണർ വാഹനം ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. ബോഡി ക്വാളിറ്റി നോക്കാം. ബോഡി ക്വാളിറ്റിയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഞാൻ ടയറിലേക്ക് വരാം. ടയർ നമ്മൾ നോക്കണമെങ്കിൽ നമുക്കൊരു 80% ടയേഴ്സ് നമുക്ക് നിൽക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന വീൽ കപ്പ്. അതുകൂടാതെ തന്നെ വീൽ ആർച്ചും കാര്യങ്ങളും നോക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന വീൽ ആർച്ചും കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോണറ്റും കാര്യങ്ങളും നോക്കാം. ബോണറ്റൊക്കെ ഉണ്ടോ, ഒരു ചെറിയ സ്ക്രാച്ച് പോലും നമുക്ക് ഈ വാഹനത്തിൽ കാണാനില്ല. അതുകൂടാതെ തന്നെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് ഉണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ. ഒരു ചെറിയ സ്ക്രാച്ച് പോലും നമുക്ക് ബമ്പേഴ്സും കിട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡിലെ വീൽ ആർച്ച് നോക്കാം. ഇവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൂടാതെ ഇവിടെ ടയർ നമ്മൾ ഗ്രിപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ 70-75% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. അതുപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഡോറ് നോക്കാം. ഡോറൊക്കെ വളരെ ക്വാളിറ്റിയുള്ള ഡോർസ്, ചെറിയ സ്ക്രാച്ചുകൾ നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ നമ്മൾ സ്ലൈഡിങ് ഡോർ നോക്കാം. അവിടെയും ബോഡി ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും സ്ക്രാച്ച്ലെസ് ആയിട്ടുള്ള എല്ലാ പോർഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ടയർ നോക്കാം. ടയറും നമുക്കൊരു 75-80% ടയർസ് നിൽക്കുന്നുണ്ട്. 70-75 ടയേഴ്സ് ഉണ്ട്. ഓക്കെ, ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ പില്ലേഴ്സൊക്കെ നോക്കാം. ഭംഗിയായിട്ട് നിൽക്കുന്ന പില്ലേഴ്സ്. അതുകൂടെ തന്നെ ഗ്ലാസ് നോക്കാം. ഗ്ലാസ്സിലും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ ഇതിൻ്റെ ബൂട്ട് നോക്കാം. ബൂട്ടിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബൂട്ട്. ബമ്പേഴ്സും ഇവിടെ നോക്കാം. ബമ്പേഴ്സ് നീറ്റായിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സ്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെ ഒട്ടും സ്ക്രാച്ച് ഇല്ലാത്ത പോർഷൻസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സും കൂടെ കാണാം. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയേഴ്സൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ ഡാഷും കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഡാഷ്. നിസ്സാര കിലോമീറ്റർ ഓടിക്കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വിയർ ആൻഡ് ടയർ ഇവിടെ സംഭവിച്ചതാണ്. മിഡിലൊക്കെ നമ്മൾ ഷോറൂം കണ്ടീഷനിലിരിക്കുന്ന വാഹനത്തിൻ്റെ മിഡിൽ പോർഷൻ പോലെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗ് ഒക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയാണെന്ന് നോക്കിയേക്കാം. ഞാൻ കീ എടുക്കുകയാണ്. കീ എടുത്തിട്ട് നമുക്കൊന്ന് പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. 12,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ ലോവർ പോർഷൻ നോക്കാം. ഇവിടെയും നീറ്റായിട്ട് ഇരിക്കുന്നു. ഫ്ലോറും കാര്യങ്ങളൊക്കെ നോക്കാം. ഭംഗിയായിട്ട് ഇരിക്കുന്ന ഫ്ലോർസ്. അതേപോലെ ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും ഭംഗിയായിട്ട് നിൽക്കുന്നു ഡോർ പാഡ്സ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് നോക്കിയേക്കാം. സീറ്റ്സ് കമ്പനി സീറ്റ്സ് തന്നെയാണ്. കണ്ടോ, ക്വാളിറ്റി നോക്കാം. ഭംഗിയായിട്ട് നിൽക്കുന്ന സീറ്റ്സ്. റൂഫ് നോക്കാം. റൂഫ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. ബാക്ക് സൈഡ് നോക്കാം. 5 സീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മിഡിൽ സീറ്റ്സ് നോക്കാം. കണ്ടോ, ഭംഗിയായിട്ട് ഇരിക്കുന്ന സീറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. എനിക്ക് മുമ്പേ എനിക്ക് ഈക്കോൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എൻ്റെ ഗിയറാണ്. നല്ല നമ്മുടെ കാലിൻ്റെ ലെവലിൽ തന്നെയാണ് ഗിയർ. നല്ല സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റാവുന്ന ഒരു വാഹനം തന്നെയാണ് ഈക്കോ. പിന്നെ ആക്റ്റീവ് എ സി ഒക്കെ ഉണ്ടോ, എ സിയും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അത് എടുത്ത് പറയണം. കാരണം ഈക്കോ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും എ സി ഉണ്ടോയെന്ന് ചോദിക്കാറ്. അതിൻ്റെ പേര് ഇനി സ്ലൈഡിങ് ഡോർസാണ്. ഡോർസിന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ മിഡിൽ റോ ആണ്. ഇവിടെയും ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്, ക്വാളിറ്റി സീറ്റ്സ്, ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ഇതിൻ്റെ ഫ്ലോർ നോക്കാം. ഫ്ലോറൊക്കെ ഭംഗിയായിട്ട് തന്നെ വിനയിലൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ ഇട്ടേക്കണ അത് ഫ്ലോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ ഈ ഡോറിൻ്റെ എഡ്ജും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം.
കാരണം ഇവിടെയൊക്കെ നമുക്ക് പാച്ചും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം. കേട്ടോ, അതുപോലെ ഡോറിൻ്റെ ഇൻസൈഡ് കാണിച്ചു തരാം. ഇൻസൈഡൊക്കെ ഭംഗിയായിട്ട് ഇരിക്കുന്നു. കേട്ടോ, ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ തേർഡ് റൂം കാണിച്ചു തരാം. തേർഡ് റൂം അല്ല, ബൂട്ടെന്ന് നമുക്ക് പറയാം. ബൂട്ടെന്ന് കാണിച്ചു തന്നേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈക്കോൻ്റെ ബൂട്ട് സ്പേസ്. അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ്. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. കണ്ടോ, അതും താഴെ മാറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി തന്നെ വെച്ചിരിക്കുന്നു. അതേപോലെ ഈ വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജ് യൂണിറ്റ് നോക്കിയേക്കാം. ഇവിടെ എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. അതേപോലെ പ്ലാറ്റ്ഫോം ഒന്ന് കാണിച്ചു തന്നേക്കാം. പ്ലാറ്റ്ഫോം നോക്കാം. കേട്ടോ, പുത്തൻ പ്ലാറ്റ്ഫോം തന്നെ, ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ എഡ്ജും കൂടി കാണിച്ചു തന്നേക്കാം. എഡ്ജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. അല്ല, ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന എഡ്ജസ്. അതേപോലെ ലിഡും കൂടി കാണിച്ചു തന്നേക്കാം. ലിഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാം. കേട്ടോ, ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന ലിഡ്. ഓക്കെ, ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അത് നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു മാരുതി ഈക്കോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വാഹനം? നല്ല നീറ്റ് വാഹനമാണ്. സിംഗിൾ ഓണർ വാഹനം, 2019 മോഡലാണ്. പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഓടിച്ചാണ് വാഹനമാണ്. പിന്നെ സാധാരണ നമ്മൾ വണ്ടികളിൽ ഈക്കോയും അതേപോലെ നമ്മുടെ ഒമിനിയൊക്കെ നോക്കണമെങ്കിൽ ഒരുപാട് പാച്ച് കാണാറുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ കിലോമീറ്ററാണ്. വെറും 12,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റേറ്റ് അത് ഞാൻ പറയാം. അതിനൊക്കെ മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. കേട്ടോ, ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 4.60 lakhs, 4,60,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിക്കാം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ സബ്സ്ക്രൈബറാണ് എടുത്ത് പറഞ്ഞത്. കേട്ടോ, ഇത്രയൊക്കെയായിരുന്നു ഈക്കോൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പറ്റി ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.